നമ്മളിന്ന് നിൽക്കുന്നത് ബാണാസുര ട്രക്കിങ്ങിലാണ്. നമ്മൾ ഈ സൈഡിൽ കാണുന്നതാണ് ബാണാസുര മലനിരകൾ. അതിൽ നമ്മളെ സായിപ്പ് കുന്ന്, ഇത് കാറ്റുകുന്നിൽ നിന്നാണ് നമുക്ക് നല്ല ഡാമിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുക. എന്തായാലും ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഓക്കെ, ബൈ. ഹായ്, ജാബിറാണ്. നമ്മളിപ്പോൾ ബാണാസുര ട്രക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ, ഞാനിപ്പോൾ സോളോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരാൾക്കാർക്ക് എങ്ങനെ ഇവിടെ വരാമെന്നുള്ളതാണ് പറയാൻ പോണത്. നമ്മൾ മലപ്പുറത്തു നിന്നാണ് പെരിന്തൽമണ്ണ, അവിടെ നിന്നാണ് വരുന്നത്. പെരിന്തൽമണ്ണ നേരെ നമ്മൾ എന്ത് ചെയ്തു, കോഴിക്കോട് ബസ് കയറി. കോഴിക്കോട്ട് നിന്ന് പിന്നെ നമ്മൾ നേരെ വയനാട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വയനാട്ടിലേക്ക് ബസ് കയറുമ്പോൾ നിങ്ങൾ മാക്സിമം ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് സൂപ്പർ ഡുലക്സ് അങ്ങനത്തെ ഒക്കെ വണ്ടികളിൽ പോരാൻ പറ്റും. അല്ലാത്ത ലോക്കൽ വണ്ടി ഉള്ളത് 5:40 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാക്കരം. ഞാൻ പിന്നെ ഡുലക്സ് ബസ്സിൽ സീറ്റ് ഒഴിവുണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് കയറിപ്പോരാ. അത് പിന്നെ ലക്കാണ്. അപ്പോൾ നിങ്ങൾ സീറ്റ് നോക്കി ബുക്ക് ചെയ്തിട്ട് പോരുക. നമുക്ക് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വയനാട് ബത്തേരിയോ അല്ലെങ്കിൽ കൽപ്പറ്റയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മളെ ഇവിടേക്ക് ബസ് കിട്ടും. എത്ര വൈൽഡ് ഡോഗ് ഉണ്ടായിന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ? 30 വൈൽഡ് ഡോഗ്. 30 വൈൽഡ് ഡോഗ് അറ്റാക്ക് ചെയ്ത സാധനം. ഏകദേശം ഒരു 100 കിലോൻ്റെ മേലെ വരെ ഒരു മ്ലാവിനെ ടൈഗർ അറ്റാക്ക് ചെയ്തതാണ്. കണ്ടോ, അധികം പയക്കൊന്നുമില്ല ഇതിനടോ, സ്മെല്ല് വരെ പോയിട്ടില്ല. പിന്നെ ഇതുണ്ടോ, ഇതൊക്കെ ആരെ തിന്നു വെച്ചാൽ മുള്ളം പന്നി അങ്ങനത്തെ സാധനങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് ഇതിൻ്റെ കുറവുണ്ടാവും, കാൽഷ്യത്തിൻ്റെ കുറവ്. അപ്പോൾ ഒരു ഇത് വന്നിട്ട് നൈസിലടിയും. നമ്മൾ ബാണാസുര ട്രക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് ഏറ്റവും ടോപ്പ് പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ നമ്മളെ ഡാമിൻ്റെ വ്യൂ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ മലപ്പുറത്തുള്ള ടീമുണ്ട്. ഇത് ഏഷ്യയിലെ എങ്ങനെയാണിത്? ഈ ഡാം എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ചതിൽ ഇന്ത്യയിലെ 1ാമത്തെ വലിയ ഡാമും ഏഷ്യയിലെ 2ാമത്തെ വലിയ ഡാമാണ്. മണ്ണുകൊണ്ട് നിർമ്മിച്ചത്. ഓക്കെ, ഇത് ഈ ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തുരുത്തുകളാണ് അല്ലേ. നല്ല ഭംഗിയാണ് ഈ തുരുത്തുകൾ കാണാൻ. പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇത് നമ്മളെ ബാണാസുര ട്രക്കിങ്ങിനെ അറിയുമ്പോൾ വൈൽഡ് ഡോഗ് അറ്റാക്ക് ചെയ്തൊരു മ്ലാവാട്ടോ. സാമ്പാർ ഡിയറിനെ അറ്റാക്ക് ചെയ്തിട്ടേ ഇതൊക്കെ ഇതിൻ്റെ ഇതൊന്നും ഫുള്ളായിട്ട് ഇതായിട്ടില്ല, സ്മെല്ലുണ്ട് ചെറുതായിട്ട് ഇപ്പോൾ.